ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. ഹദീസ് പാഠത്തിലെ 13ാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദന്തശുദ്ധീകരണം. അൻ അബി ഹുറൈറത അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലാ അൻ അശഖു അല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി മാ കുല്ലി വുളൂഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിന് ഞാൻ ഞെരുക്കമുണ്ടാക്കുന്നുവെന്ന ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളുവിൻ്റെ കൂടെയും ദന്തശുദ്ധി ചെയ്യൽ നിർബന്ധമാക്കുമായിരുന്നു, പല്ലു വൃത്തിയാക്കൽ നിർബന്ധമാക്കുമായിരുന്നു. ഹദീസ് പഠിപ്പിക്കുന്നത് ഇസ്ലാം ശുദ്ധിയെ അങ്ങേ അറ്റം പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. എല്ലാ നന്മകളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ തിന്മകളും ഇസ്ലാം എതിർത്തിട്ടുമുണ്ട്. ഇസ്ലാം നന്മയാണ് എന്ന് പഠിപ്പിച്ചത് തിന്മയാണ് എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം. നാം ധരിക്കുന്ന വസ്ത്രം, നമ്മുടെ അവയവങ്ങൾ എല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. ഫിത്രത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് ഇന്നത്തെ ഹദീസിൽ നമ്മൾ പഠിക്കുന്നത്. അതാണ് പല്ല് തേക്കുക എന്നത്. ദന്തങ്ങളിലും വായിലും വള്ളിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളും വാസനകളും പോക്കുന്നതിന് വേണ്ടി കൊള്ളിക്കഷ്ണമോ മറ്റോ ഉപയോഗിക്കുന്നതാണ് സിവാക്ക്. ഇസ്ലാമിലേറെ പുണ്യമുള്ള വലിയ പ്രതിഫലാർഹമായ ഒരു കർമ്മമാണ് മിസ്വാക്ക് ചെയ്യൽ അഥവാ പല്ല് തേക്കൽ. സത്യവിശ്വാസികളിൽ പലരും ഇത് ആദത്ത് എന്ന രീതിയിൽ നിർവഹിക്കുന്നുവെന്നതിലുപരി ഇത് പ്രബലമായ ഒരു സുന്നത്താണെന്ന ചിന്തയിൽ നിർവഹിക്കാറില്ല. സ്ഥിരമായി പല്ല് തേക്കാറുണ്ട്. അതൊരു പതിവ് ശീലം എന്നതിലുപരി ഇതൊരു സുന്നത്താണ് എന്ന നിയ്യത്തോടു കൂടി ചെയ്യുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ധാരാളം പ്രതിഫലം അങ്ങനെ ചിന്തിക്കാത്തവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഓരോ പ്രവർത്തനവും നിയ്യത്തനുസരിച്ചാണ് അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകുക. ചില പണ്ഡിതന്മാർ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം ശക്തമായ ഒരു സുന്നത്താണ് ഇത് എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമല്ലെന്ന് ഇതിൽ തെളിവുണ്ട്. അത് നിർബന്ധമായിരുന്നുവെങ്കിൽ അത് അവരോട് കൽപ്പിക്കുമായിരുന്നു, അതവർക്ക് പ്രയാസമുണ്ടാക്കിയാലും അല്ലെങ്കിലും. ഈ ഹദീസിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഭയപ്പെടുകയില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നത് അത് സുന്നത്തായതുകൊണ്ടാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, അത് നിർബന്ധമല്ല. ഇതാകുന്നു നമ്മുടെ മദ്ഹബ്. മുഴുവൻ പണ്ഡിതന്മാരുടെയും മദ്ഹബ് അതുതന്നെയാണ്. മിസ്വാക്ക് ചെയ്യലിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ എന്നോട് മിസ്വാക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് കൽപ്പിച്ചു. അങ്ങനെ എൻ്റെ പല്ലുകൾ കൊഴിഞ്ഞു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. മിസ്വാക്ക് ചെയ്ത് പല്ല് കൊഴിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടു. അത്രയും മിസ്വാക്കിനെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 10 കാര്യം നബിമാരുടെ ചര്യകളിൽപ്പെട്ടതാണ്. ആ 10 കാര്യം ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. അതിലൊന്നാണ് മിസ്വാക്ക് ചെയ്യൽ. 1 മീശ വെട്ടുക, 2 താടി വളർത്തുക, 3 മിസ്വാക്ക് ചെയ്യുക, 4 വുളുവിൻ്റെ സമയത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, 5 നഖം വെട്ടുക, 6 കൈകാലുകളുടെ സന്ധികൾ കഴുകുക, 7 രോമം പറിക്കുക, 8 ഗുഹ്യഭാഗത്ത് രോമങ്ങൾ കളയുക, 9 ശൗച്യം ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. 10ാമത്തേത് ഞാൻ മറന്നുപോയി, അത് വായ കഴുകലായേക്കാം എന്ന് റിപ്പോർട്ടർ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് മിസ്വാക്ക് ചെയ്യുന്നതിലിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിസ്വാക്ക് ചെയ്യൽ വായക്ക് ശുദ്ധീകരണവും അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യവുമാണ്. നിരവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ട വന്നിട്ട് പോലും
മതത്തിൽ അവഗാഹമുള്ളവർ ഉൾപ്പെടെയുള്ള ബഹുഭൂരിഭാഗം ആളുകളും അവഗണിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുന്നത്തിൻ്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ. ഇതൊരു വമ്പിച്ച പരാജയമായിട്ടെടുക്കണം. ചില സന്ദർഭങ്ങളിൽ മിസ്വാക്ക് ചെയ്യൽ ശക്തമായ സുന്നത്താണ്. ഉറക്കമുണരുക, വായക്കോ മണപ്പകർച്ചയുണ്ടാകുക, ഖുർആൻ പാരായണം ചെയ്യുക, നമസ്കരിക്കുവാൻ ഒരുങ്ങുക, പള്ളിയിൽ പ്രവേശിക്കുക, വീട്ടിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ കിടക്കുക, ഈ സമയത്തൊക്കെ മിസ്വാക്ക് ചെയ്യാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, 4 കാര്യങ്ങൾ ബുദ്ധിയെ വർദ്ധിപ്പിക്കും. 4 കാര്യങ്ങൾ ബുദ്ധിയെ വർദ്ധിപ്പിക്കും. 1. ഉപകാരമില്ലാത്ത സംസാരം ഒഴിവാക്കുക. ഉപകരിക്കാത്ത സംസാരം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. 2. പല്ല് തേക്കുക. ബുദ്ധി വർദ്ധിക്കുന്ന കാര്യമാണ്. 3. സജ്ജനങ്ങളുമായി സഹവസിക്കുക. 4. ഉലമാക്കളുമായി സഹവസിക്കുക. ഇതിൽ മിസ്വാക്ക് എടുത്തു പറഞ്ഞത് പ്രാധാന്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യുമ്പോൾ അത് പ്രബലമായ ഒരു സുന്നത്താണെന്ന് നിയ്യത്തുണ്ടാകാനും മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.